വീട് എന്നത് താമസിക്കാൻ ഒരിടം എന്നതിനേക്കാൾ ഒരു കുടുംബത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഒത്തിരി വർഷങ്ങളെടുത്ത് അവരുടെ എല്ലാം കമ്പൈൻഡ് ആയിട്ടുള്ള സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം കൂടിയാണ്. ഒരു വീട് വയ്ക്കുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ബേസിക് നെസസിറ്റിയാണ്. അത് പലർക്കും പല രീതിയിലാവും. നമ്മളുടെ നാട്ടിൽ നമ്മളുടെ കൾച്ചർ വെച്ച് ഭൂരിഭാഗം പേരും പേരൻസ് അല്ലെങ്കിൽ ആൻസസ്റ്റേഴ്സ് ആയിട്ട് വെച്ച വീട്ടിലാവും താമസിക്കുന്നുണ്ടാവുക. അങ്ങനെ അവർ കഷ്ടപ്പെട്ട് വെച്ച വീടിനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ ചെന്ന് പൊളിച്ചു കളയുക, അവിടെ പുതിയൊരു വീട് വെക്കുക എന്നത് കുറച്ചധികം മനപ്രയാസം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. നമ്മളുടെ പലരുടെയും ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആ വീട്ടിലാവും ഉണ്ടാവുക. അങ്ങനെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ വളർന്നു വന്ന ആ ഓർമ്മകളെ മുഴുവനായിട്ട് പൊളിച്ച് കളയാതെ ഉള്ള വീടിനെ നമ്മളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് പുതുക്കിയെടുക്കുന്നത്. ഇത് അങ്ങനെ ചെയ്ത ഒരു റിനോവേഷൻ പ്രോജക്റ്റാണ്. ഇത് എറണാകുളത്ത് ചേരാനല്ലൂരാണ്. ഇതൊരു 30 years ആയിട്ടുള്ളൊരു പ്രോജക്റ്റായിരുന്നു. ഇതിൻ്റെ നമ്മൾ റിനോവേഷൻ എന്നുള്ള രീതിയിൽ ഇനിഷ്യലി നമ്മൾ ഡിസ്കഷന് വന്നപ്പോൾ തന്നെ ക്ലയൻറ്റിൻ്റെ മെയിൻ റിക്വയർമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് കുറച്ച് ഹൈറ്റിൽ റേസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ എന്നുള്ളതായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ ഇവിടെ മഴയും ഇതുമെല്ലാം പെയ്യാൻ നേരത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഫ്ലഡും കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിൽ ഒരു ചെറിയ രീതിയിൽ വെള്ളം വരുമ്പോൾ തന്നെ ഇതൊരു ലോ ലൈങ് ഏരിയ ആയതുകൊണ്ട് തന്നെ വെള്ളം അകത്തേക്ക് വരുന്ന കുറച്ച് സീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ വീട് ഏകദേശം ഒരു 1.5 മീറ്ററോളം ഹൈറ്റിൽ റേസ് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ റിനോവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇത് ഇപ്പോൾ ഏകദേശം ഒരു 3600 സംതിങ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു രീതിയിലാണ് ഈ പ്രോജക്റ്റ് ഇപ്പോൾ എൻവിഷൻ ചെയ്തിരിക്കുന്നത്. 5 bedrooms ഉണ്ട്. നമ്മൾ റേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അകത്തുള്ള കുറേ സ്പേസസിൻ്റെ നമ്മൾ എക്സിറ്റ് എൻട്രി പോയിൻറ്റ്സും പിന്നെ ഒത്തിരി വൈഡ് ഓപ്പണിങ്സും കാര്യങ്ങളെല്ലാം നമ്മൾ സ്ട്രക്ചറിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഒരു മോഡിലാണ് നമ്മളിതിങ്ങനെ ഇപ്പോഴത്തെ ഫോമിലേക്ക് ആക്കി എടുത്തിട്ടുള്ളത്. റിനോവേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹൗസ് വാമിംഗ് എല്ലാം 2 days മുന്നെയാണ് ഹൗസ് വാമിംഗ് കഴിഞ്ഞത്. അപ്പോൾ ഇവരുടെ പഴയ ഇവരുടെ റിലേറ്റീവ്സും കസിൻസും കൊളീഗ്സും എല്ലാവരും ഈ വീട് വന്ന് കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റിനോവേഷൻ ചെയ്ത പ്രോജക്റ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തോന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു പുതിയൊരു സ്ട്രക്ചർ എങ്ങനെയാണോ നിൽക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഒരു വീട് റിനോവേഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് ചെയ്ത് ആ ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട്, ലുക്ക് ആൻഡ് ഫീൽ കിട്ടിയിട്ടുണ്ട്. അതിന് ഈ ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള കോപ്പറേഷൻ ആണെങ്കിലും ആളുടെ സപ്പോർട്ടും എല്ലാം ഭയങ്കര നല്ല രീതിയിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ അറേഞ്ച്മെൻറ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ കാർ പോർച്ച് ഉണ്ട്. കാർ പോർച്ചിൻ്റെ കുറച്ച് പോർഷൻ നേരത്തെ ഈ ഒരു രീതിയിലായിരുന്നില്ല, അത് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഒരു കാറ് നമുക്ക് അകത്തിടാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. കാർ പോർച്ച് നേരെ സിറ്റ് ഔട്ടിലേക്ക്, അവിടെ നിന്ന് ഫോർമൽ ലിവിങ്, പിന്നെ ഈ ഫാമിലി ലിവിങ്, പിന്നെ ഇതൊരു കോർട്ട്യാർഡാണ്. വീട്ടിൽ ഒരു കോർട്ട്യാർഡും ഒരു വാട്ടർ ബോഡിയാണുള്ളത്. അതിൽ കുറച്ച് കൊയ് പോണ്ടും കാര്യങ്ങളൊക്കെ, കൊയ് ഫിഷിന് ഇട്ടിട്ടുള്ളൊരു പോണ്ട്, ആ ഒരു ഫോർമാറ്റിലാണ് അതുള്ളത്. ഫോർമൽ ലിവിങ്ങിൽ നിൽക്കുമ്പോഴും ഫാമിലി ലിവിങ്ങിലാണെങ്കിലും ഫസ്റ്റ് ഫ്ലോറിലുള്ള ലിവിങ്ങിലാണെങ്കിലും നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു കോർട്ട്യാർഡ് സ്പേസ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. നേരത്തെ ഇവിടെ ഇങ്ങനെ ഒരു കോർട്ട്യാർഡ് സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഇത് ആഡ് ഓൺ ആയിട്ട് വന്നതാണ്. ഇവിടെ നിന്നാണെങ്കിൽ നമുക്കൊരു ഒത്തിരി സ്കൈ ലൈറ്റും സൈഡിലേക്കുള്ള വ്യൂവും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ആസ്പെക്റ്റിലാണ് നമ്മളിത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊരു പ്രയറും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. ജീസസിൻ്റെ ഒരു ഓൾട്ടറൊക്കെ ഇവിടെ ഉണ്ട്. അതൊരു വളരെ ഡിവൈൻ ആയിട്ടുള്ളൊരു ഫീല് കിട്ടുന്ന പോലെയാണ് ഈ സ്പേസ് നമ്മൾ ചെയ്തിട്ടുള്ളത്. റിനോവേഷന് മുമ്പ് ഈ കോർട്ട്യാർഡ് സ്പേസ് ആക്ച്വലി ഒരു ബെഡ്റൂം ആയിരുന്നു. റിനോവേഷന് മുന്നേ ഈ വീട് 3 bedroom ആയിരുന്നു. മേളിൽ റൂംസ് ഉണ്ടായിരുന്നില്ല, ഒരു സ്റ്റെയർ റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളപ്പോൾ ഈ ഒരു ബെഡ്റൂം ഇവിടുന്ന് മാറ്റിയിട്ട് ഇതൊരു കോർട്ട്യാർഡ് ആക്കിയെടുത്തു. ഈ കോർട്ട്യാർഡിൻ്റെ 2 സൈഡിലും ഇപ്പോൾ ബെഡ്റൂംസ് ആണ്. അതാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള 2 bedroom-ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ 3 പുതിയ റൂംസ് കൊടുത്തു. അങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശം ഒരു ലേ ഔട്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാട്ടർ ബോഡി കൂടി ഉണ്ട്. ആ വാട്ടർ ബോഡി ആക്ച്വലി ഡൈനിങ് റൂമിൽ നിൽക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. അവിടെ ഈ കൊയ് ഫിഷ് ഉള്ളതുകൊണ്ടും അവിടെ ഒരു ചെറിയൊരു വാട്ടർഫോൾ പോലെയുള്ളൊരു സംഭവമൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ അതിൻ്റെ സൈഡിൽ നമുക്ക് മേളിലേക്ക് പോകാനായിട്ട് ഒരു ലിഫ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ടെറസ് സ്പേസ് വരെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലാണ് ലിഫ്റ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ
ഒരു മെയിൻ കിച്ചൺ, ഒരു വർക്കിംഗ് കിച്ചൺ, അതൊക്കെയാണ് ഇവിടെ ഒരു ഓവറോൾ അറേഞ്ച്മെൻ്റ് എന്ന് പറയാനുള്ള. പിന്നെ ഇതിൻ്റെ കളർ ടോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതലും നമ്മൾ എർത്തി ടോൺസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒത്തിരി ഫ്ലാഷി ആയിട്ടുള്ള കളേഴ്സൊന്നുമില്ല. സ്റ്റിൽ നമ്മൾ കുറച്ച് വാർഡ്രോബ് സ്പേസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിൽ ചെറിയ ഒരു കളർ തീം ആഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ജാസപ്പ് ചെയ്യാനായിട്ട്. ആ ഒരു ഫോർമാറ്റിലാണ് ഇതിൻ്റെ ഒരു ഓവറോൾ പ്ലാനിങ്ങും എല്ലാം വന്നിട്ടുള്ളത്. ബാക്കി നിങ്ങൾക്ക് വീഡിയോസിൽ കാണാം.